ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഡിഫറൻസ്, അതായത് പലതിലും ഡിഫറൻസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മിക്കവരും. അതായത് പലര് പഠിച്ചത് വേറെ ആയിരിക്കും, പക്ഷേ ചെയ്യുന്ന ജോലി വേറെ ആയിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ഇൻ കേസ് തന്നെ ഞാനായാലും വേറെ പഠിച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലി വേറെയാണ്. അത് നമ്മുടെ ഡിഫറൻസ് ആഗ്രഹിക്കുന്നു, പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ സാറ്റിസ്ഫാക്ഷനും അങ്ങനെ ഓരോന്നും. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MG റോഡിൽ ഷേണായിട്ടിനും മഹാരാജാസ് ഗ്രൗണ്ടിനും നടുക്കായിട്ടാണ്. ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു കടയുണ്ട്, ഒരു ചായക്കട, ഒരു എത്നിക് ചായക്കട, പപ്പടവട. ഈ പപ്പടവട എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ കടിച്ചു മുറിച്ച് ഇങ്ങനെ വൈകുന്നേരം നല്ല ഒരു എന്താ പറയുക ലൈം ടീയുടെയോ അല്ലെങ്കിൽ സാധാ കട്ടൻ്റെ ഒക്കെ ഇപ്പോൾ കടിച്ചു തരുന്നത് അത് തന്നെ പപ്പടവട. പക്ഷേ ഇതൊരു നല്ലൊരു ചായക്കടയാണ്. ഞാനിപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് മീനു. ഹായ് മീനു. മീനുവാണ് ഇതിൻ്റെ ഓണർ. ശരിക്കും മീനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോബ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിഫറൻസിന് വേണ്ടി നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നല്ലൊരു ജോബ് കളഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി തുടങ്ങിയതാണിത്. ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? ഇതിപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ എത്ര നാളായി മീനു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇനോഗ്രേഷൻ സെപ്റ്റംബർ 11-നായിരുന്നു. സെപ്റ്റംബർ 11-ന്. ഇപ്പോൾ കഴിഞ്ഞ 11th ആയപ്പോഴത്തേക്കും 30 days കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്കിവിടെ 30 days സെലിബ്രേഷൻ ആയിട്ട് നമ്മുടെ അന്നത്തെ ഒരു സെയിലിൻ്റെ 30% നമ്മൾ പ്രോവിഡൻസ് ഹോമിൽ ചാരിറ്റി ആയിട്ട് ചെയ്തു. ചാരിറ്റി ഇവിടെ ഓൾഡ് ഏജ് ഹോമിലെ പ്രോവിഡൻസ് ഹൗസ് ഓഫ് ഏജിന് വേണ്ടി നമ്മളത് ചാരിറ്റി ആയിട്ട് ചെയ്തിരുന്നു. ഓക്കെ. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം ബാങ്കിലായിരുന്നല്ലോ? അതെ, സിറ്റി ബാങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും അവിടെ നിന്ന് നല്ലൊരു ജോബ് വിട്ട് ഇങ്ങനെ വന്ന്? കാരണം അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടവും കൂടെ ഉണ്ട്, നമ്മുടെ ഓരോ പാഷനും ഉണ്ട്. മെയിനായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒരു വലിയ കാര്യമാണല്ലോ. ബാങ്ക് ജോലിയിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഒരുപാട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതും ഒരു ചെറിയ സ്കെയിലിൽ ചെയ്യണമെന്നായിരുന്നു താല്പര്യം. റാദർ ഒരു പോഷ് ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോഷ് ബോട്ടേക്ക് എന്നുള്ള ഒരു ചെറിയ പരിപാടി. അത് തന്നെയാണ് ഈ ചായക്കടയിലോട്ട് കൊണ്ടുവന്നത്. ചായക്കട ഞാൻ നേരത്തെ വായിച്ചായിരുന്നു. ഞാൻ പപ്പടോടെ എത്നിക് ടീ ഷോപ്പ്, നമ്മുടെ സാധാ ചായക്കട എഴുതി വെച്ചേക്കുന്നുണ്ട്. എന്ത് എത്നിക് ടീ ഷോപ്പ് അല്ലെങ്കിൽ ഒരു നാടൻ ചായക്കട, അത് തന്നെയാണ് ടാഗ് ലൈൻ നമ്മുടെ. അതായിരുന്നു എനിക്ക് ഒരു റെസ്റ്റോറൻ്റ് എന്നോ ഒരു ഹോട്ടൽ എന്നോ ഒരു കോഫി ഷോപ്പ് എന്നൊക്കെ വിളിക്കുന്നതിനേക്കാളും താല്പര്യം ഒരു ചായക്കട എന്ന് വിളിക്കുന്നത് തന്നെയായിരുന്നു. ഞാനത് ചായക്കടയായിട്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ആൾക്കാർ ഇതിനെ ചായക്കട എന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കും താല്പര്യം. അതെ. ശരിക്കും എന്തുകൊണ്ട് ഈ പപ്പടവട? നമ്മുടെ പല വടകളും ഉണ്ട്, പല ചെറിയ സ്നാക്സും ഉണ്ട്, എന്നാലും എന്തുകൊണ്ട് പപ്പടവട? കൊച്ചിയിൽ പൊതുവെ അത്രയ്ക്കില്ല പപ്പടവട, കോമൺ അല്ല. ഇവിടെ അധികം കോമൺ അല്ല പപ്പടവട. നമ്മുടെ കുറച്ചും കൂടെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം, കോട്ടയം സൈഡിൽ കൊച്ചിയിലില്ലെന്നുള്ളൂ. പക്ഷെ കൊച്ചിയിൽ കുറച്ച് അങ്ങോട്ട്, അതായത് ഒരു ഹില്ലി ഹൈ റേഞ്ച് ഏരിയയിലോട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറോട്ട് അങ്ങോട്ടുണ്ട് പപ്പടം. തൃപ്പൂണിത്തുറയിൽ കുറേ ഉണ്ട്. പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലവും പപ്പടവടയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയയിൽ പപ്പടവട അധികം ഫേമസ് അല്ല. പിന്നെ പേര് കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ, ചടവട ഫീൽ. അതെ. ഒരു പാട്ടുമുണ്ട് പപ്പടവട എന്ന് പറഞ്ഞിട്ട്, പരിപ്പ് വട, പക്ക് വട എന്ന് പറഞ്ഞൊരു പഴയ പാട്ട് ഞാൻ കേൾപ്പിച്ചരാകുന്നുണ്ട്. നല്ല ജോലിയാണ്, നമുക്ക് പറ്റിയ ടീമാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒറ്റയ്ക്കാണോ നോക്കുന്നത്? ഞാനാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. എൻ്റെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡ് ബ്രദറുണ്ട്. ഹസ്ബൻഡ് ഹസ്ബൻഡ് ആയിരുന്നു ആക്ച്വലി മെയിനായിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്തത്. എൻകറേജ്മെന്റ് ശരിക്കും ഹസ്ബൻഡ്. എന്നാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടിപ്പ്, ഈ ഒരു പോയിന്റ് എവിടെ നിന്നാണ് കിട്ടിയത്? ജസ്റ്റ് ഒരു നോക്കുണ്ടാവുള്ളൂ, സ്പാർക്ക്. നമ്മളും അത്യാവശ്യം ഒരു ഫുഡിയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോ അറിയാം എങ്ങനെയാണ് നല്ല ഫുഡ് കിട്ടുമ്പോഴും ഒരു പ്രത്യേക സന്തോഷം. നല്ലൊരു ഫുഡ് കിട്ടുന്നതും അതൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതപ്പോൾ നമുക്കായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ വെരി ഹാപ്പി. ആ ഒരു ഫീൽ തന്നെ ആയിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്നതിൽ ഇപ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഓരോരുത്തരായിട്ടും വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വന്നിട്ട് താങ്ക് യു സോ മച്ച് പപ്പടവട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ പാണ്ഡ്യൻ ചേട്ടനാണ്. പാണ്ഡ്യൻ സ്പെഷ്യൽ ചായ ഉണ്ട് ഇവിടെ. പാണ്ഡ്യൻ സ്പെഷ്യൽ ചായ, പാണ്ഡ്യൻ സ്പെഷ്യൽ ടീ ഒരെണ്ണം. ഓക്കെ. അപ്പോൾ ശരിക്കും സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ട് തന്നെ ഉണ്ട്, വളരെയധികം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എന്താ ചായക്കട ആണെങ്കിൽ പോലും ഇപ്പോൾ പലരും ചായക്കടയെന്നും ഇങ്ങനെ ചെറിയ ചെറിയ നമ്മളെ ക്യൂട്ട് നെയിംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൻപുറത്ത് കണ്ടുവരുന്ന ഇങ്ങനെ ക്യൂട്ട് നെയിംസ് ഒക്കെ വലിയ പോഷ് റെസ്റ്റോറൻറ്റ്സിനും എല്ലാത്തിനും ഇടുന്നുണ്ട്. ശരിക്കും ഇപ്പം ഇങ്ങനെ ഒരു പേരും വന്നിട്ടും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടും എന്തുകൊണ്ട് ഒരു ചെറിയ ഒരു ഇത്ര ഒരു ഇതിൽ ഒതുങ്ങി പോഷാക്കാണ്ട്? മെയിനായിട്ട് അതായത് ഇപ്പോൾ ഉള്ളൊരു മെയിൻ കാര്യം ഈ പറഞ്ഞ പോലെ ചെറിയ പേരൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭയങ്കര പോഷായിട്ട് ആൾക്കാർക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വെക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നി കുറെ കൂടെ സാധാരണക്കാരുടെ ഇടയിലോട്ട് ചെല്ലുന്ന ഒരു പേരും സാധാരണക്കാരുടെ സ്ഥലവും കുറച്ച് ബാക്കിയെല്ലാം ഓക്കെ.
ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ആ പേരിന്റെ കാര്യം അത് തന്നെയായിരുന്നു. നല്ല കടുപ്പമുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. സ്ട്രോങ് അല്ലേ? അതെ. ശരിക്കും നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്തായി? മെയിൻ നമ്മുടെ പേര് പോലെ തന്നെ പപ്പടവട. ശരിക്കും നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ പപ്പടം ഉണ്ടാക്കി കിട്ടുന്ന ഒരു സ്ഥലമില്ല. ഇല്ല, മീൻസ് ഞാൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. കാരണം പിന്നെ നമ്മുടെ പെട്ടിക്കടയിലൊക്കെ കിട്ടും പപ്പടം ഉണങ്ങിയത് പാക്കറ്റിൽ. പക്ഷെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമില്ല. അതിപ്പോ ഉണ്ട്, ഇപ്പൊ വന്നിട്ടുണ്ട് റോഡിൽ. ഉണ്ടായിരുന്നില്ല, തൊട്ടടുത്തായിട്ട് നമ്മുടെ മഹാരാജ് ഗ്രൗണ്ടിന് അടുക്കായിട്ട് മുല്ലശ്ശേരി കനാൽ റോഡിന് തൊട്ടിപ്പുറത്തുമായിട്ട് ചേർന്നുണ്ട്. എല്ലാം പറയണ വഴി തെറ്റി നമുക്ക്. അപ്പോൾ പപ്പടവട, പിന്നെ പപ്പടവടയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കോമ്പോസ് ആയിട്ടുണ്ട്. നമുക്ക് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. പേര് പപ്പടം എന്നാണെങ്കിലും ഐറ്റംസും എല്ലാം ഉണ്ട് വിത്ത് റീസണബിൾ റേറ്റ്. അതെനിക്ക് നോക്കണം, ഞാൻ പറഞ്ഞുള്ളൂ, കേട്ട് പരിചയമുള്ളൂ. പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ആയിരിക്കും. അല്ലെ പിന്നെ ഇത്ര ക്രൗഡ് സാധാരണ ആൾക്കാരൊക്കെ വന്ന് കഴിക്കുന്ന ഒരു ഇതില്ലല്ലോ. നമുക്ക് പിന്നെ ഒരു ബിരിയാണി ഉണ്ട് സ്പെഷ്യാലിറ്റി ആയിട്ട്, ഒരു തൽപ്പാക്കെട്ട് ബിരിയാണി. എന്താണ് തൽപ്പാക്കെട്ട് ബിരിയാണി എന്നാ പറയുന്നത്? തൽപ്പാക്കെട്ട് ഡിണ്ടിഗൽ ഇതില് ഫേമസ് ആയിട്ടുള്ളതാണ് തൽപ്പാക്കെട്ട്. അത് ആക്ച്വലി ഒരാള് ശരിക്കും ഒരു ഡിണ്ടിഗൽ ബിരിയാണിയാണ്. അവിടെ ഒരു സ്പെഷ്യൽ ഒരു ഷോപ്പില് അവിടുത്തെ കുക്ക് തലയിൽ കെട്ട് വെച്ചിട്ടാണ് ഇത് തലക്കെട്ടില്ലേ, തലക്കെട്ട് കെട്ടി അത് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ആ ബിരിയാണിക്ക് പേര് വീണതാണ് തൽപ്പാക്കെട്ടത്, അല്ലാതെ സ്ഥലത്തിന്റെ പേരൊന്നുമല്ല. അതാണ് തൽപ്പാക്കെട്ട് ബിരിയാണി. അത് ഇവിടെ മാത്രമേ ഇപ്പൊ കൊച്ചിയിൽ നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതും പപ്പടവടയും ഫ്രഷ് ആയിട്ട് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് 1 മണിക്ക് നമുക്ക് തൽപ്പാക്കെട്ട് റെഡിയാണ്. അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞ അഫോർഡബിലിറ്റിയുടെ കാര്യം പറഞ്ഞ നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഷാണ്. അത് അതിന്റെ വില 75 rupees ആണ്. നമ്മുടെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷ്. അതാണ് ഏറ്റവും കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല റീസണബിൾ റേറ്റ് ഒന്ന്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഷാണ് ഇവിടുത്തെ തൽപ്പാക്കെട്ട് ബിരിയാണി. തൽപ്പാക്കെട്ട് ബിരിയാണിക്ക് 25 രൂപയാണ്. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഷ്. അപ്പോൾ തന്നെ മനസ്സിലായാലും എന്തോ ഒരു റീസണബിൾ ആയിരിക്കുമെന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴാണ് ദിവസം? നമുക്ക് 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് മുതലുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉപ്പുമാവുണ്ട്, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ഇടിയപ്പം, കടലക്കറി, മുട്ടക്കറി. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. 2 കറിയേ ഉള്ളൂ. കടലക്കറി, മുട്ടക്കറി, സാമ്പാർ, അത് പക്ഷേ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. പിന്നെ നമുക്ക് രാവിലെ തന്നെ സ്നാക്സ് ആകും. പഴംപൊരി ഉണ്ടാകും. രാവിലെ തന്നെ സ്നാക്സ് ഉണ്ടാകും. ഒരു 9 o'clock മുതൽ നമുക്ക് എന്തായാലും സ്നാക്സ് ഫുൾ ഓൺ ആയിരിക്കും. ഉച്ചവരെ സ്നാക്സ് ഉണ്ടാകും. പിന്നെ ബിരിയാണി ഉണ്ടാകും. ഉച്ചയ്ക്ക് ഒരു 11:30 ഇവിടെ ബാക്കി ചിക്കൻ കറി ആകും. ചിക്കൻ കറി 12 o'clock ആകുമ്പോൾ ബിരിയാണി ആകും. അതിൻ്റെ കൂടെ തന്നെ ഫിഷ് ആകും. ഫിഷ് ഏറ്റവും ആദ്യം ആകുന്നത് ഫിഷ് കറി. നമുക്ക് ഷാപ്പ് സ്റ്റൈൽ ഫിഷ് കറിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടാണ്, ഭയങ്കര നല്ല സ്പൈസി ആയിട്ട് ആണ് നമ്മുടെ ഫിഷ് കറി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് നമ്മുടെ സാധാരണ ചിക്കൻ കറി. ഇതൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ള സാധനങ്ങളാണ്. തീർച്ചയായിട്ടും പല ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്തായാലും വീട്ടിൽ നിന്നുള്ള അനുഭവം വെച്ചിട്ടായിരിക്കും കാരണം ആ ടേസ്റ്റ് തന്നെ കൊണ്ടുവന്നാൽ വിജയിക്കുന്ന അറിയാം. സത്യം, അതാണ് കാര്യം. കാരണം ഇവിടെ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ സൺഡേസിലൊക്കെ രാവിലെ ഞങ്ങളുടെ വീട്ടില് പുട്ടും മീൻകറി ഉണ്ടാവാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അതാണ് ഞങ്ങൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവന്നത്. ഇച്ചിരി അഹങ്കാരമായി പോകുന്നതുകൊണ്ട് നമ്മൾ അത് ഡിന്നർ പക്ഷെ പോകുന്നുണ്ട്. ഇവിടെ പുട്ടും മീൻകറി അങ്ങനെ രാത്രിയൊക്കെ വന്നിട്ട് എല്ലാവരും പുട്ട് തന്നെ കഴിക്കുന്നത്. അതും മീൻകറി ആയിട്ട്. ചിക്കനൊക്കെ അവിടെ കുഴപ്പമില്ല, മീൻകറി മതി എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ പോലെ മീൻകറി. പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് നമ്മളിവിടെ ബീഫ് വളർത്തുന്നത്. അതെ, എന്തായാലും ഇങ്ങനെ കേട്ടിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാലോ. ഇവിടെ സെൽഫ് സെർവിംഗ് ആണ്. ബില്ല് സെക്ഷൻ ബില്ല് ചെയ്യുക, അവിടെ ബില്ല് കൊടുക്കുക, സംഭവം വാങ്ങിക്കുക, വന്ന് കഴിക്കുക. ഇപ്പം എന്തായാലും ഉള്ളിൽ കയറുക. നല്ല ക്രൗഡുണ്ട്. അവിടെ ഇവിടെയൊക്കെ നമുക്ക് പടം സിരാദ് വെച്ചിട്ടുണ്ട്. മറ്റേ സിരാദല്ല, എൻ്റെ പേര് ഷെറാന്ത്. ഇവിടുത്തെ ഷെറാന്തിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ സത്യമാഷ്, ശങ്കരാടി മാഷ്, ജയൻ, നസീർ, യേശുദാസിന്റെ പഴയ ഇത് പാട്ടില്ലേ സുറുമ, ആ പാട്ടിന്റെ ഒക്കെ പിക്ചേഴ്സ്. പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അംബേദ്കറും കാലാപാനിയും. അപ്പോൾ എല്ലാം എന്താ പറയുക, ശരിക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ റേറ്റ് ഒക്കെ കുറവാണെന്ന് പറഞ്ഞ് ഇന്റീരിയേഴ്സിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത്. കൊള്ളാം. നമുക്ക് എന്തായാലും അപ്പോൾ ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. ഇപ്പം എന്തായാലും കിച്ചണിലോട്ട് കിടക്കാം നമുക്ക്.